എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ ആരംഭിച്ച ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അത് അവസാനിക്കുമെന്ന് കരുതാൻ ന്യായമില്ല. ഇന്ന് കോഴിക്കോട് അപ്സര തിയേറ്ററിന് മുമ്പിൽ ഹനുമാൻ സേന മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഗോകുലം ഗോപാലിന്റെയും കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം തുടർന്നു. കോഴിക്കോട് അപ്സര തിയേറ്ററിന് മുമ്പിൽ ഹനുമാൻ സേനയാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തിയതിനു ശേഷം ഇവർ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ഗോകുലം ഗോപാലന്റെയും കോലം കത്തിച്ചു. ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ഞങ്ങൾ ജീവിക്കുന്നത് പോലെ മറ്റുള്ളവർ ജീവിക്കണമെന്നും ഹനുമാൻ സേനയുടെ നേതാവ് പ്രസംഗത്തിൽ പറഞ്ഞു. വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം പോലീസുകാർ നോക്കിയിരിക്കെയാണ് ഇവർ നടത്തിയത്. അപ്സര തിയേറ്ററിൽ വൻ തിരക്കായിരുന്നു ഇന്ന് അനുഭവപ്പെട്ടത്. പടത്തിൽ നിന്നും പ്രധാന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിന് മുമ്പ് പടം കാണണമെന്ന വാശിയിലാണ് ജനങ്ങൾ. 1 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമ ഇതിനകം തന്നെ റെക്കോർഡ് കളക്ഷൻ നേടിയിട്ടുണ്ട്. മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ കുമ്പസാരം നടത്തിയിരുന്നെങ്കിലും സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ അതായിട്ടില്ല എന്നാണ് പ്രതിഷേധത്തിൽ നിന്നും മനസ്സിലാവുന്നത്. പൃഥ്വിരാജ് ഇതുവരെ മൗനം വെടിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനമായി പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ മേജർ രവിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. പൃഥ്വിരാജ് മോഹൻലാലിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് മേജർ രവി പറഞ്ഞിരുന്നത്. ഈ വാദം തെറ്റാണെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു. ഒരൊറ്റ നിയമം വേണം. നിങ്ങൾക്ക് എന്തേ തോന്നാത്തത്? അതിവിടെ നടപ്പാക്കും. ആർക്കും പ്രത്യേക പദവിയോ പ്രത്യേക ജിഹാദോ പ്രത്യേക തലാക്കോ ചെല്ലാൻ സാധിക്കാതെ